ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ സോളിൽ നിന്നുള്ള ഒരു ഡീപ്പസ്റ്റ് മെസ്സേജ് ഓർ ഡീപ്പസ്റ്റ് ഫീലിങ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഇത് ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഷഫിൾ ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് സ്റ്റാൻഡിന്റെയും ലൈറ്റിന്റെയും ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. സോ എനിക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി മുതൽ ഞാൻ വീഡിയോ ഷഫിൾ ചെയ്യുന്നത് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, കാർഡ്സ് ഏതാണ്? ഞാൻ വീഡിയോയിൽ പറയുന്നത് കാർഡ്സ് വരുന്നതിന്റെ ഓർഡറിലായിരിക്കാം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യം കണ്ടിട്ട് അവസാനം പോയി കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ ജഡ്ജ് ചെയ്യാതിരിക്കുക. എന്താണ് പറയുന്നത് എന്നുള്ളത് മുഴുവനായിട്ടും കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ സോളിൽ നിന്നിട്ടുള്ള ഒരു മെസ്സേജ്, നിങ്ങളുടെ പേഴ്സന്റെ സോളിൽ നിന്നിട്ടുള്ള ഒരു മെസ്സേജ്. ഓക്കെ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ ലൈഫിൽ ഈ ലവ് റിലേഷൻഷിപ്പിൽ നിന്നിട്ടും മൂവ് ഓൺ ചെയ്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് സ്നേഹം വേണ്ടാന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഈഗോ കൊണ്ടായിരിക്കാം ഓർ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടായിരിക്കാം, എന്തോ ഒരു റീസൺ കൊണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടാകുക. സ്നേഹം വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുള്ളത് എന്തോ ഒരു കാരണം കൊണ്ട്. ഓക്കെ, എന്താണെന്ന് നോക്കാം. അവരാണ് വേണ്ടാന്ന് വെച്ചിട്ടുള്ളത്. അവരുടെ സോൾ അല്ല വേണ്ടാന്ന് വെച്ചിട്ടുള്ളത്. മനസ്സുകൊണ്ടല്ല അവര് വേണ്ടാന്ന് വെച്ചിട്ടുള്ളത്. അതായത് എന്തെങ്കിലും ഈഗോ കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒത്തുപോകാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നിട്ട് വേണ്ടാന്ന് വെച്ചതായിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ സോളിൽ നിന്നുള്ളൊരു മെസ്സേജ്? 8 ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്ട് ആയിരിക്കാം. കുറച്ച് നാളായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ഇല്ലാതിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സഡൻ നിങ്ങളുടെ കോണ്ടാക്ട് സ്റ്റോപ്പ് ആയി പോയതായിരിക്കാം. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ഇവിടെ ഇല്ല എന്ന് കാണുന്നുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഇവിടെ ഇല്ല എന്ന് കാണുന്നുണ്ട്. വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഒരു കാര്യവും സമ്മതിച്ച് തരാത്ത, എന്തെങ്കിലും ഒരു അവര് ചെയ്ത തെറ്റായിരിക്കാം, എന്നിട്ട് പോലും അവരാണ് ചെയ്തത് എന്നുള്ള ഒരു കാര്യം അവർ സമ്മതിച്ചു തരുന്നുണ്ടാവില്ല. ഓക്കെ, അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഡിവൈൻലി കണക്ട് ആകേണ്ട ഒരു സമയമാണ്, സ്പിരിച്വലി കണക്ട് ആകേണ്ട ഒരു സമയമാണ്. പക്ഷെങ്കിൽ അവർ അതൊന്നും തിരിച്ചറിയുന്നില്ല. അവർക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും അവർ തട്ടി നീക്കുന്ന ഒരു അവസ്ഥ. അതായത് ഒറ്റയ്ക്ക് ഇരിക്കണം, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത. അതിനാണ് ഈഗോസ്റ്റ് എന്ന് പറയുന്നതും അതിനെ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ബലമായിട്ടുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. വളരെയധികം ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു സമയമാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട്, നിങ്ങളുടെ സ്നേഹം വേണ്ടാന്ന് വെച്ചിട്ട് അവർ പോയിട്ടുണ്ടാവുക. വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ്ഡ് ആകേണ്ട ഒരു അവസ്ഥയാണ് അവർക്കിപ്പോൾ. നിങ്ങളുടെ ബന്ധത്തില് വളരെയധികം സ്നേഹത്തോടെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ പെട്ടെന്ന് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതൊരു സോൾ കാർഡാണ്. നിങ്ങള് ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആണ് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, ഇതിനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡിവൈനുമായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വലി കണക്ട് ആകേണ്ട ഒരു ടൈമാണ്. ഈ ഒരു സമയത്ത് അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ,
അവരിലേക്ക് തന്നെ ഒതുങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം ഇവിടെ. ഓക്കെ, പക്ഷേ അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടാകുക, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാകുക. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ റെസ്പോണ്ട് ചെയ്യാത്തത് ഈ ഒരു റീസൺ കൊണ്ടായിരിക്കാം. പക്ഷെങ്കില് ഈ ഒരു നിങ്ങൾ ശരിക്കും വിചാരിച്ചിട്ടുള്ള, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റാത്ത, എന്തൊക്കെ വിചാരിച്ചിട്ടും അവർ എത്രയൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് പറിച്ചു കളയാൻ പറ്റാത്ത ഒരുതരം പേഴ്സൺ ആണ് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകുക. ഈ ഒരു പേഴ്സൺ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകാം ആ പേഴ്സന്റെ മുഖം. അതിന് കാരണം ഇവിടെ ഒരു സോൾ കണക്ഷൻ ആണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. എത്രയൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നെയും നിങ്ങൾ പിന്നെയും റീകണക്ട് ആകും. ഡിസ്കണക്ട് ആയി പോയാലും നിങ്ങൾ തമ്മിൽ റീകണക്ട് ആകും. ഓക്കെ, കാരണം ഇതൊരു സോൾ കണക്ഷൻ ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇപ്പോൾ ഒരു ഈഗോയുടെ പ്രശ്നത്തിൽ അവര് വളരെ എന്താ പറയാ, ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു തീരുമാനമല്ല അവർക്കിത്. പുറത്ത് പെട്ടെന്ന് തോന്നി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഓവർ കെയറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ അവരെ ഇങ്ങനെ മുറുകെ പിടിച്ചിങ്ങനെ നിന്നിട്ടുണ്ടാകാം. അതൊന്നും അവർക്ക് ഈ ഒരു സമയത്ത്, അവർ ഈ സ്പിരിച്വലി കണക്ട് ആകുന്ന ഒരു സമയത്ത്, സ്പിരിച്വൽ ഗ്രോത്ത് സംഭവിക്കുന്ന സമയത്ത് അവർക്ക് അതൊന്നും അക്സെപ്റ്റ് ആകാൻ പറ്റില്ല. കാരണം അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇതൊരിക്കലും ബ്രേക്കപ്പ് ആയി പോകുന്ന ഒരു റിലേഷൻഷിപ്പ്, അതായത് പൂർണ്ണമായിട്ടും പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല, ഇത് റിയൂണിയൻ സംഭവിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇപ്പോൾ അവരുടെ ആ ഈഗോ എന്ന് പറയുന്നത് ഈ സ്പിരിച്വൽ പാത്തിലൂടെ അവർ പോകേണ്ടി വരുന്നത് കൊണ്ടാണ് ആ ഈഗോ എന്ന് പറയുന്നത്. ദ ഹെയറോഫൻ കാർഡ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ സ്പിരിച്വൽ ഗ്രോത്തിലൂടെ ഇപ്പൊ പോകുന്ന സമയമായതുകൊണ്ടായിരിക്കാം അവരങ്ങനെ. അവരുടെ സോളിന് ഒരിക്കലും നിങ്ങളെ വേണ്ടാന്നോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സ്നേഹം ഉപേക്ഷിച്ച് പോകാനോ സാധിക്കില്ല. ഓക്കെ, ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തോട്ട് റിയൂണിയൻ, അവരോട് ഉറപ്പായിട്ടും റീകണക്ട് സംഭവിക്കുന്നതാണ്. നിങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിലും അതായത് ടെലിപ്പതിക്കലി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോഴും ആർഗ്യൂ ചെയ്യാണ്, നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാണ്. ആ ഒരു ടെലിപ്പതിക്കലി ഉള്ള കമ്മ്യൂണിക്കേഷനിൽ പോലും നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ആണ് നടക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങളില്. ഓക്കെ, നിങ്ങൾക്ക് പരസ്പരം മനസ്സിൽ നിന്നും ഇപ്പോൾ അവര് കാണിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് പോലും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ ആണ്. നിങ്ങൾ പുറത്ത് റിയാലിറ്റിയിൽ നിങ്ങളൊരു തീരുമാനം എടുത്തു, അതായത് നിങ്ങളുടെ പേഴ്സൺ റിയാലിറ്റിയിൽ നിന്നൊരു തീരുമാനം എടുത്തു, നിങ്ങൾ തമ്മിൽ ഇനി വേണ്ട റിലേഷൻഷിപ്പ്, എനിക്ക് ഇതൊന്നും വേണ്ട എന്ന് അവർ തീരുമാനിച്ച് അവർ മൂവ് ഓൺ ചെയ്തു പോയെങ്കിലും അവരെടുത്ത തീരുമാനമാണത്. അവരുടെ സോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവരുടെ സോൾ എന്താണ് കരുതുന്നത് വെച്ചാൽ നിങ്ങളെ വേണം, കാരണം നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. സോ നിങ്ങളെ വേണം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ സോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവരുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സന്റെ സോളിന്റെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ വേണം എന്നുള്ളതാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവരുടെ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നത് കൊണ്ട് അവരെടുത്തൊരു തീരുമാനമാണത്, നിങ്ങളെ വേണ്ട എന്നുള്ളത്, നിങ്ങളുടെ സ്നേഹം ഉപേക്ഷിച്ചു പോയത് ആ ഒരു തീരുമാനമാണ്. ജസ്റ്റിസ് വരുന്നുണ്ട്, നിങ്ങൾക്കിവിടെ ജസ്റ്റിസ് വരുന്നുണ്ട്. അതായത് അവർ ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരുന്നു എന്നുള്ളൊരു ബോധം അവർക്ക് വരാൻ പോകുകയാണ്. അവർക്ക് വരും അങ്ങനെ ഒരു, ഞാൻ ചെയ്തത് തെറ്റായി പോയില്ലെങ്കിൽ അവരുടെ തോട്ടന്നെ തിരിച്ചു പോകണമെന്ന് അവരുടെ സോളിന് ഓൾറെഡി തോന്നുന്നുണ്ട്. അവരുടെ സോള് വിചാരിക്കുന്നതും അതാണ്. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്കും അതേ ഒരു വിചാരം വരാൻ പോകുകയാണ്, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട്. ഓക്കെ, സിക്സ് ഓഫ് പെൻഡക്കിളും അതേപോലെ തന്നെ 10 ഓഫ് കപ്സും ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളുടെ സോളും തമ്മിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു റിയൂണിയൻ തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ള ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി, ഒരു കുടുംബ ജീവിതം അവരുടെ സോളും നിങ്ങളുടെ സോളും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ വിട്ടുപോയിട്ടുണ്ടാകുക ചിലപ്പോൾ
അവർക്ക് തോന്നിയിട്ടുള്ള ഒരു ഈഗോ എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട്, അവരുടെ സോളിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ഒരു തോന്നലായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു വേർതിരിവിന് ഇവിടെ കാരണമായിട്ടുണ്ടാകുക. ഓക്കെ, സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള ഫീലിങ്സ്, എന്താ പറയാ, ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ള തോന്നൽ, അതൊക്കെ കൊണ്ടാണ് നിങ്ങളിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തു പോയിട്ടുണ്ടാകുക. പക്ഷെ അവരുടെ സോൾ ഡീപ്പസ്റ്റ് ആയിട്ട് ആലോചിക്കുന്നത്, വിചാരിക്കുന്നത്, അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ്. ഓക്കെ, ഒരു ഫാമിലിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് നിങ്ങളിവിടെ സോൾ കണക്ഷൻ ആണ്. നിങ്ങൾ എത്ര പുറത്ത് നിങ്ങൾ റിയാലിറ്റിയിൽ നിങ്ങൾ വേണ്ടാന്ന് നിങ്ങൾ പരസ്പരം രണ്ടുപേര് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചു പോയിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ സോൾ അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ സോൾ എന്താണോ ആഗ്രഹിച്ചത് അതേ തീരുമാനത്തിലേക്ക് വരുന്നതായിരിക്കും. എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. ഹാപ്പി ആയിട്ടുള്ള, ഇത്രയും നാളും കിട്ടാത്ത ആ ഒരു എന്താ പറയാ, ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ലവ് ലൈഫിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ജസ്റ്റിസും എംപ്രസ് കാർഡും വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഈ 3 കാർഡും പറയുന്നത് ഒരേ മീനിങ് ആണ്. നിങ്ങൾക്കൊരു റിയൂണിയൻ സംഭവിക്കും. ഈ ഒരു പേഴ്സണ് തോന്നിയിട്ടുള്ള ഒരു ഈഗോ അത് മാറ്റി വെച്ചിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നതാണ്. പക്ഷെ അവരുടെ ഒരു സ്പിരിച്വൽ പാത്ത്, അല്ലെങ്കിൽ അവർ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൈം എൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ഉറപ്പായിട്ടും അവരുടെ സോൾ വിചാരിച്ചിട്ടുള്ള പോലെ തന്നെ ഉള്ള ഒരു തിങ്കിലേക്ക് അവർ വരുന്നതാണ്. ഒരു ഹാപ്പി ആയിട്ടുള്ള എല്ലാം അവർ റിയലൈസ് ചെയ്തെടുക്കുന്ന ഒരു ടൈം വരുമെന്നാണ് ഇവിടെ പറയുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് പെന്റക്കിൾ ആണ്. എല്ലാ കാര്യങ്ങളും അവർ റിയലൈസ് ചെയ്യും. എല്ലാ കാര്യത്തിലും എല്ലാത്തിലും അവർ സ്റ്റേബിൾ ആകുകയും ചെയ്യും. ഒരു കുട്ടിത്തമുള്ള ഒരു ക്യാരക്ടറിൽ നിന്നും ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതാണ്. റെസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.